നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഈശ്വര, അഞ്ജലി ഇല്ലാതെ വരണ്ടെന്നാ പറഞ്ഞിരിക്കുന്നത്. ഇതുപോലൊരവസ്ഥ ഇത്ര നാളും ഉണ്ടായിട്ടില്ല. പറഞ്ഞിട്ട് കാര്യമില്ല. അത്രയൊക്കെ പറഞ്ഞിട്ടും അഞ്ജലിക്ക് ചെയ്യുന്ന ജോലിയോട് എന്തെങ്കിലും ഉത്തരവാദിത്വം ഉണ്ടായിരുന്നെങ്കിൽ വരാതിരിക്കില്ലായിരുന്നു. അല്ലെങ്കിൽ തന്നെ വ്യക്തിപരമായ കാര്യങ്ങളും പ്രൊഫഷണൽ കാര്യങ്ങളും കൂടി കൂട്ടിക്കുഴയ്ക്കാൻ നിൽക്കരുതായിരുന്നു നമ്മള്. ഹലോ മിസ്റ്റർ പ്രസാദ്, നിങ്ങളെന്താ ഇത്രയും താമസിച്ചത്? നേരത്തെ വരുമെന്നാണല്ലോ ഫോണിൽ സംസാരിച്ചപ്പോ പറഞ്ഞത്. സാർ, അത് ഞാൻ നേരത്തെ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാ. ചില ഡിസൈനേഴ്സിനെ കാണാൻ കയറി. പൂർണിമ മോളുടെ നിർബന്ധമായിരുന്നല്ലോ അവരുടെ കാര്യങ്ങൾ അസിസ്റ്റ് ചെയ്യാൻ ഒരു ലേഡി തന്നെ വേണമെന്ന്. അതെ, അഞ്ജലിയുടെ കാര്യത്തില് അവൾ വാശി പിടിച്ചത് അതുകൊണ്ടാ. അഞ്ജലി, സോറി സാർ, അവൾക്ക് പെട്ടെന്ന് ചില അസൗകര്യങ്ങൾ വരാൻ പറ്റില്ലെന്ന് പറഞ്ഞതുകൊണ്ടാ എനിക്ക് മറ്റു പലരും അന്വേഷിക്കേണ്ടി വന്നതും ഇത്ര ലേറ്റായതും. അഞ്ജലിയും താനും ഭാര്യ ഭർത്താക്കന്മാരാണല്ലേ? അതെ സാർ, പക്ഷേ ഞാൻ നിർബന്ധിച്ച് പറഞ്ഞിട്ടും അഞ്ജലി വരാൻ സാധിക്കില്ലെന്നാ പറഞ്ഞത്. ഭർത്താക്കന്മാർ പറഞ്ഞ ഭാര്യമാരനുസരിക്കണമെന്നാണല്ലോ. ഇതിപ്പോ താൻ പറഞ്ഞിട്ടും അഞ്ജലി വരാൻ കൂട്ടാക്കിയില്ലെങ്കിൽ അതിനർത്ഥം ഒന്നുകിൽ തനിക്ക് അങ്ങോട്ടോ അല്ലെങ്കിൽ അഞ്ജലിക്ക് തന്നോടോ ഒരടുപ്പക്കുറവുണ്ടെന്നാണ്. സാർ, അത് പിന്നെ ഒരു പിന്നെയില്ല. ഇനിയിപ്പോ എന്തായാലും താൻ തന്നെ ഈ കാര്യം പൂർണിമയോട് പറഞ്ഞേക്ക്. അതെ, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായതുകൊണ്ടാ ഞങ്ങൾ നിങ്ങളുടെ കമ്പനിയെ ഏൽപ്പിച്ചത്. അതവളുടെ ഇഷ്ടാനുസരണം വൃത്തിയായി ചെയ്യാൻ കഴിയില്ലെങ്കിൽ പിന്നെ നേരിട്ട് പറഞ്ഞ് അവസാനിപ്പിക്കുന്നതാണ് നല്ലത്. ഇതുവരെ ഏൽപ്പിച്ച എല്ലാ ഇവന്റ്സും ഭംഗിയായി നടത്തിയിട്ടുള്ളൂ. ഇപ്പോ ഇങ്ങനൊരവസ്ഥ വന്നല്ലോ ഈശ്വര. വാടോ, എന്തായാലും താൻ അകത്തേക്ക് വാ. അഞ്ജലി, എന്താടോ ഒരു അമ്പരപ്പ്? താൻ വരുമെന്ന് പറഞ്ഞ സമയം കഴിഞ്ഞ് കുറച്ചു കഴിഞ്ഞപ്പോ അഞ്ജലി വന്നിരുന്നു. എല്ലാ കാര്യങ്ങളും പൂർണിമയുമായി സംസാരിച്ച് ശരിയാക്കിയവൾ. അപ്പോഴാ അഞ്ജലിയും താനും ഭാര്യ ഭർത്താക്കന്മാരാണെന്നും അവൾ വന്ന കാര്യം താൻ അറിഞ്ഞിട്ടില്ലെന്നും സംസാരം കേട്ടപ്പോ മനസ്സിലായത്. ദമ്പതിമാർക്കിടയിൽ ഇത്തരം കൊച്ചു കൊച്ചു പിണക്കങ്ങൾ സ്വാഭാവികമല്ലേ? അതറിയാവുന്നതുകൊണ്ടാ ഞാൻ ഇങ്ങനെ ഒരു തമാശയ്ക്ക് തന്നെ കുറച്ച് ടെൻഷൻ അടിപ്പിച്ചത്. ഏതായാലും താൻ ഭാഗ്യവാനാണോ. എന്തൊക്കെ പിണക്കങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ടെങ്കിലും സ്വന്തം ഭർത്താവിനെ മറ്റുള്ളവരുടെ മുമ്പിൽ താഴ്ത്തിക്കെട്ടാൻ നല്ല ഭാര്യമാർ സമ്മതിക്കില്ല. അതാ തന്നോട് പറഞ്ഞില്ലെങ്കിൽ പോലും തന്റെ അഭിമാനം സംരക്ഷിക്കാൻ വേണ്ടി അഞ്ജലി ഇവിടെ ഓടിയെത്തിയത്. മനസ്സിലായോ? എന്താ ഭാര്യ എന്ന് പറഞ്ഞ് ഇഷ്ടപ്പെട്ടില്ലേ? ശരിയാക്കി തരാം. അതിനാണ് ഈ സെൽഫി. ഇന്നലെ യുവമാർക്കല്ലായിരുന്നോ വലിയ സൂക്കേട്. നീ വലിയൊരു കള്ളിയാണെന്ന് അവരുടെ മുന്നിൽ തെളിയിച്ചിട്ടേ മുരളി പോകൂ. വെറുതെ ആവശ്യമില്ലാത്ത പണിക്ക് പോരുത്. ഇത് വളരെ അത്യാവശ്യമുള്ള പണിയാടി. ഏയ്, പണിയൊന്നുമില്ലാതെ ചൊറിയും കുത്തി ഇരിക്കുകയായിരിക്കും അല്ലേ? സദാചാര മാമന്മാരെല്ലാം ഒന്നിങ്ങി വന്നേ. ഇങ്ങ് വാടോ, വാ, എല്ലാരും വാ.
എന്താടോ ഒരുപാട് നിന്ന് പ്രസംഗിക്കുന്നുണ്ടല്ലോ, കിട്ടിയതൊന്നും പോരെ? ഹാ. എടാ 4 പേരും കൂടി ഒരുത്തന്നെ ചാമ്പുന്നത് അത്ര വലിയ ആണത്തൊന്നും അല്ല. നേർക്ക് നേരെ മുട്ടുന്നതിനാടാ ധൈര്യം വേണ്ടത്. ഏതെങ്കിലും ഒരു പെണ്ണ് പറയുന്നത് കേട്ട് ഞാനാണ് കുറ്റക്കാരനെന്ന് നീയൊക്കെ വിധി എഴുതിയല്ലോ. നിന്നെയൊക്കെ പോലുള്ള ക്രിമികളുടെ മുമ്പിൽ ആളാവാൻ വേണ്ടിയല്ല, എങ്കിലും സത്യം തെളിയിക്കാൻ വേണ്ടി മാത്രമാണ് ഞാനിത് ചെയ്യുന്നത്. എന്ത് ചെയ്യുന്നത്? നിന്റെ തലയ്ക്കെന്തോ കുഴപ്പമുണ്ടെന്ന് തോന്നല്ലോ. തലക്കല്ലടാ, നിന്റെയൊക്കെ കണ്ണിനാ കുഴപ്പം. ഒരു ഭാര്യയും ഭർത്താവിനെ കണ്ടാ സംശയം. യഥാർത്ഥ ഭാര്യയും ഭർത്താവും ആണോ അല്ലയോ എന്ന്. ഏതെങ്കിലും പെങ്കൊച്ചിനെ കണ്ട ഭാര്യയാണെന്ന് തോന്നുന്നതും ഒരു രോഗം തന്നെ. നിന്നെയൊക്കെ ഞാൻ കുറ്റം പറയുന്നില്ല. ഒരു പെണ്ണ് കരഞ്ഞ നീയൊക്കെ അവളെ വിശ്വസിക്കും. പക്ഷെ സത്യം ദാ ഈ ഫോണിലുണ്ട്. ഞാനും ഇവിടും ഞങ്ങളുടെ ബെഡ്റൂമിൽ നിൽക്കുന്ന മനോഹര ചിത്രം നിങ്ങൾക്ക് ഈ ഫോണിന്റെ ഗാലറി നോക്കിയാൽ കാണാം. ഫോട്ടോ കണ്ട് സത്യം ബോധ്യപ്പെട്ട് എല്ലാവരും ക്ഷമ പറഞ്ഞു പോയിക്കോ. ഒരു കാര്യം മനസ്സിലാക്കണം, സ്നേഹമുള്ള ഭാര്യ ഭർത്താക്കന്മാരായാൽ അവിടെ ചിലപ്പോൾ വഴക്കും പിണക്കും ഒക്കെ ഉണ്ടാവും. അത് സ്നേഹക്കുറവുകൊണ്ടല്ല, സ്നേഹ കൂടുതലുകൊണ്ടാ. എടാ പ്രാന്ത, ഇതിനകത്തൊരു ഫോട്ടോ ഇല്ല, ഒരു വാഴക്കയില്ല. കാണിച്ചാടാ ഫോട്ടോ. എന്നെ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ സെൽഫി എടുത്ത് വെച്ചിരിക്കുവാണല്ലേ? കാണിച്ചു തരടാ ഞാൻ. ഇനി കാണാം മോനെ ശരിക്കുള്ള കളി. എടീ രാക്ഷസി, മതി മതി നിന്റെ അഭ്യാസം. എന്റെ പൊന്നു ബ്രോ, സത്യമായിട്ട് ഞാൻ ഇതിൽ ഫോട്ടോ എടുത്തതാ. ഇവള് മനഃപൂർവ്വം ഡിലീറ്റ് ചെയ്തതാ. നീ മുമ്പേ ഞങ്ങളെ അങ്ങനെയൊന്നും അല്ലല്ലോ വിളിച്ചത്. അയ്യോ ബ്രോ, അതൊക്കെ ഓർത്തു വെച്ചിരിക്കുകയാണോ? തീർച്ചയായിട്ടും അതെ. അപ്പോ എന്റെ ഈ തടി അതിന്നും ചീത്തയാവും. ഓഹോ, അക്കുത്തിക്കുത്താന വരമ്പത്ത് കല്ലേ കുത്ത് കടുംകുത്ത്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.